ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കിന്നിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ കെയർ ചെയ്യുന്നത് അല്ലേ, അത്രയും പ്രാധാന്യത്തോടെ നമ്മൾ കെയർ ചെയ്യുന്ന വേറൊന്നാണ് നമ്മുടെ ഹെയർ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മുടെ കറ്റർവാഴ, തുളസിയുടെ ഇല ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും. അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രഹ്മിയുടെ ഇല കൊണ്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ നരയൊക്കെ കുറയുമെന്നാണ് പറയാറുള്ളത്. പിന്നെ നമ്മുടെ കൈതോന്നി, പിന്നെ കുറച്ച് കരിവേപ്പിലയും കൊണ്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് മസ്റ്റാണ്. അതിനുശേഷം ഇതൊക്കെ കഴുകി അതിൻ്റെ ഇലയൊക്കെ എടുത്ത് മാറ്റി അതിനുശേഷം നമ്മുടെ കറ്റർവാഴയുടെ ജെല്ല് എടുത്ത് വെള്ളത്തിലിടണം. വെള്ളത്തിൽ തന്നെ ഡയറക്റ്റ് ഇടണം കേട്ടോ. അതിന് 2-3 പ്രാവശ്യം വാഷ് ചെയ്താണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കറയൊക്കെ കാണും. അതിനുശേഷം നമ്മുടെ ഇലയെല്ലാം കൂടി ചേർത്ത് ജ്യൂസാക്കി എടുത്തു. അതിൻ്റെ ആ നീരിനെ ചട്ടിയിലിട്ട് ചൂടാക്കിയാണ്. ചൂടായി ആ ഒരു നീര് നന്നായിട്ട് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടി പിടിക്കാൻ ഇടക്കിക്കൊണ്ടിരിക്കണം. ശരിക്കും ഇത് നല്ല ക്ഷമ വേണം കേട്ടോ ഈ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ അടി പിടിക്കാതെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇളക്കി ഞാൻ അതിൻ്റെ ഒരു മണം വരുന്നുണ്ടെന്നൊക്കെ നോക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് സ്മെല്ലുണ്ട്. വെളിച്ചെണ്ണ ഞാൻ മില്ലിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിനൊരു ഡാർക്ക് കളറായിരുന്നു. അതിന് സ്മെല്ലുണ്ടോ എന്നൊക്കെ നോക്കിയതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല മണമായിരുന്നു. അങ്ങനെ ഇത് കൈയെടുക്കാൻ ഞാൻ ഇളക്കിയിരിക്കുകയാണ്. അവസാനം നമ്മുടെ എണ്ണ ഇവിടെ പാകമായി വന്നു. അതിന് ഡാർക്ക് കളറുണ്ട്. ഇതിലേക്ക് നല്ല ഫ്രഷായ ഇലയാണെങ്കിൽ ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും കേട്ടോ. ഇങ്ങനെ എണ്ണ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരി ഇടുന്നത്. അരി ഇങ്ങനെ പൊട്ടി വരികയാണെങ്കിൽ എണ്ണ ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ പൊന്നൂന് തലയിൽ മുടിയിൽ തേച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ. പൊന്നൂസ് കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അവൾക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ എണ്ണ കാച്ചുന്നത്? ഇതിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുമോ എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് പറയണേ. നമ്മുടെ പൊന്നൂസിന് ഇപ്പോൾ അത്യാവശ്യം മുടി ലെന്തും കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു എണ്ണ തേച്ചതിന് ശേഷമാണ് കേട്ടോ അവൾക്ക് ഇത്രയും മുടി പെട്ടെന്ന് ഇങ്ങനെ വളരാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇതുവരേക്കും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.